കൃപാപൂർണയായ മറിയത്തിന് ദൈവമായ കർത്താവ് കൊടുത്തിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിചിന്തനം ചെയ്യാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ കന്യകാ മാതാവ് കൃപാപൂർണയായ മാതാവാണ്. നിർമ്മലയും പാപികൾക്കാശ്രയവുമായ മറിയം വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറഞ്ഞാണ് ജീവിതം നയിച്ചത്. ഇവിടെ പരിശുദ്ധ കന്യകാ മാതാവിന് 3 വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ദൈവകൽപ്പനകൾ പാലിക്കുകയും യേശുവിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നവർക്കുള്ള സമ്മാനമാണ് സൂര്യനെ ഉടയാടയാക്കിയ ദൈവമാതാവ്. പാദങ്ങൾക്കടിയിലെ ചന്ദ്രൻ സമയത്തെയും വിജാതീയ മത ആചാരങ്ങളെയും സൂചിപ്പിക്കുന്നു. വിജയത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നതാണ് തലയിൽ വയ്ക്കുന്ന കിരീടം. പരിശുദ്ധ ദൈവമാതാവേ, തിരുസഭയെ ശക്തിപ്പെടുത്താൻ, തിരുസഭയിലുള്ള ദൈവജനത്തെ ശക്തിപ്പെടുത്തുവാൻ വചനമായി പരിശുദ്ധ ശക്തിയായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഏറ്റുപാടാം. കൃപാപൂർണയായ മറിയം, ഓ മാ മറിയം, കൃപാപൂർണയായ മറിയം, ദൈവത്തിൻ സൂനുവിന് മാതാവായ മറിയം, ദൈവത്തിൻ സൂനുവിന് മാതാവായ മറിയം, വരദായിനിയായ
കനിയണമേ. നിൽക്കുമിദാസരെ നയിക്കണമേ. കുരിശിൻ ചുവട്ടിലെ യാഗബലി അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ. അമ്മേ മേരി മാതാവേ, നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ മക്കളെ നന്ദിയുടെ കൃതജ്ഞതയോടെ ജീവിതം നയിക്കുവാൻ പഠിപ്പിക്കണമേ. നന്ദിയുടെ ജീവിതം നയിക്കുന്ന വഴി ഈശോയോട് എങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കണമെന്ന് അമ്മേ മാതാവേ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥ്യം യാചിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. ഈശോ ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? 9 പേർ നന്ദി അർപ്പിക്കുവാൻ മറന്നു പോകുകയാണ്. ഒരാൾ മാത്രമാണ് നന്ദിയുടെ കൃതജ്ഞതയോടെ അർപ്പണം അർപ്പിക്കുവാൻ, അല്ലെങ്കിൽ നന്ദിയുടെ കൃതജ്ഞതയോടെ സ്തുതി നൽകുവാൻ ഈശോയുടെ സന്നിധിയിലേക്ക് വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നന്ദി പറയുവാൻ, ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ നമ്മളെല്ലാവരും മറന്നു പോകാറുണ്ട്. നമുക്കെല്ലാം ഒത്തിരി യാചനകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ നമ്മൾ ആരും നന്ദി പറയാറില്ല. മറിയം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നന്ദിയുടെ കൃതജ്ഞതയോടെ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന്. പ്രിയ സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ജീവിതം കൃത്യമായിട്ട് കൃതജ്ഞതയോടെ നന്ദിയുടെ ജീവിതമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 53 വാക്യങ്ങളിൽ കൃത്യമായി കാണുവാൻ സാധിക്കും മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നാളിതുവരെയും എനിക്ക് എൻ്റെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതിനെ പ്രതി എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും മറിയം ക്ഷണിക്കുകയാണ്. ഈ ഒരു ആനന്ദ ജീവിതം, നന്ദിയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒരു ചെറിയ ഉപമ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നന്ദി, അല്ലെങ്കിൽ ഒരു നന്ദി അർപ്പണം വഴി നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് പറയുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗൾഫിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം തിരികെ വരുന്ന അപ്പൻ മകന് വേണ്ടി നല്ലൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. മകൻ്റെ മുറിയിൽ ഈ സമ്മാനപ്പൊതി വെച്ചിട്ട് അപ്പം മാറി നിൽക്കുകയാണ്. സ്കൂളിൽ നിന്ന് വരുന്ന ഈ കൊച്ചു ഈ സമ്മാനപ്പൊതി കൊണ്ട് സന്തോഷത്തോടെ ഓടിച്ചെന്ന് അതെടുക്കുകയാണ്. ഉടനെ പുറകിൽ നിന്ന് അപ്പൻ്റെ വിളി കേൾക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചു തിരിഞ്ഞു നോക്കുന്നു. എന്തായിരിക്കും സത്യത്തിൽ ഈ കുഞ്ഞ് ചെയ്യുക? ആ സമ്മാനപ്പൊതിയെ പിടിച്ചു കെട്ടി നിൽക്കുമോ, അതോ ആ അപ്പൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുമോ? നമ്മളൊക്കെ സാധാരണ ചെയ്യുക, ഓടിച്ചെന്ന് അപ്പൻ്റെ ഒക്കത്ത് കയറിയിരിക്കും. ആ സമ്മാനപ്പൊതിയല്ല അവിടെ പ്രധാനം. നമ്മളെ സംബന്ധിച്ച് എൻ്റെ അപ്പനാണ്. അപ്പൻ്റെ ഒക്കത്ത് കയറിയിരുന്ന് അപ്പൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കും, കവിളത്തുമ്മ വെക്കും, അപ്പനെ കെട്ടിപ്പിടിച്ചിരിക്കും. സത്യത്തിൽ ഇത് അപ്പനോടുള്ള സ്നേഹവും അപ്പൻ നൽകിയ സമ്മാനത്തെ പ്രതിയുള്ള നന്ദിയുമാണ് ആ കൊച്ചവിടെ നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നന്ദിയുടെ കൃതജ്ഞതയോടെ ബലി നീ അർപ്പിക്കുമ്പോൾ നീ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഈശോയോട് ഏറ്റവും അടുത്ത് ചേർന്ന് നമ്മൾ ഇരിക്കുകയാണ്. ഇനി അപ്പൻ എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? അപ്പനോട് ഇത്രമാത്രം ചേർന്നിരുന്ന് അപ്പൻ്റെ കവിളത്ത് ഉമ്മ നൽകുന്ന ഈ ശിശുവിനെ, ഈ കുഞ്ഞിനെ അപ്പൻ ഒക്കത്തോട് ചേർത്ത് പിടിച്ച് തിരിച്ച് ഉമ്മ നൽകുന്നു. ആ സമ്മാനം എടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഇനി അപ്പൻ ഈ ചെറിയ സമ്മാനമല്ല, ഇതിനേക്കാൾ വലിയ സമ്മാനം ആ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കും. പലപ്പോഴും നമ്മുടെ എല്ലാം കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത് സമ്മാനത്തിൽ മാത്രമാണ്. ദാനത്തിൽ കണ്ണുകൾ ഉടക്കിക്കിടക്കാതെ ദാതാവിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ദാനത്തിൽ ഉടക്കി കിടക്കുകയാണ്, ദാതാവിനെ മറന്നു പോകുകയാണ്. എപ്പോഴാണ് നമ്മൾ ദാതാവിനെ ഓർക്കുന്നത്? നമുക്കെല്ലാം കാഴ്ചയുണ്ടല്ലേ? ആരെങ്കിലും ഈ കാഴ്ച നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? കേൾവിയുണ്ട്. ആരെങ്കിലും ഈ കേൾവി നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിൻ്റെ രുചി അറിയാനുള്ള കഴിവുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഹൃദയമുണ്ട്, എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമുണ്ട്, എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നടക്കുവാൻ സാധിക്കുന്നു, നിൽക്കുവാൻ സാധിക്കുന്നു, എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? 2 കരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ദൈവത്തെ ഓർക്കുന്ന, ദാതാവെന്ന് ഓർക്കുന്ന സമയമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരുന്നു, ICU കിടക്കുന്നു, നമ്മളെല്ലാം ഓർക്കും ദൈവത്തെ. കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു, ഉടനെ ഓടും നമ്മൾ, ദൈവമേ എൻ്റെ കാഴ്ച തിരികെ വേണമെന്ന്. കേൾവിക്ക് പ്രശ്നം ഉണ്ടാകുന്നു, ഉടനെ ഓടും നമ്മൾ ദൈവത്തെ. പ്രിയ സഹോദരങ്ങൾ, പ്രിയ മക്കളെ, പ്രശ്നമുണ്ടാകുമ്പോഴല്ല ദൈവത്തെ നമ്മൾ തേടേണ്ടത്. ഈ ദാനം നൽകിയ ദാതാവിലേക്ക് കണ്ണുകൾ നടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കൂടുതൽ കൃപകളും
കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഇനിയും ഇതിന് വേറൊരു വശമുണ്ട്, ഇനിയും ഇതിനൊരു മറുവശം കൂടിയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിനക്ക് ഈ കാഴ്ച നൽകിയത് ദൈവമാണെങ്കിൽ ദൈവത്തിന് നന്ദി മാത്രമല്ല, ഈ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടി നിനക്ക് സാധിക്കും. അപ്പോൾ ഈ കണ്ണുകൾ കൊണ്ട് തിന്മ ചെയ്യാൻ, പാപം ചെയ്യാൻ നിനക്ക് സാധിക്കത്തില്ല. ഈ കരം നൽകിയത് ദൈവമാണ്, അതുകൊണ്ട് ഈ കരം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കരം കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുവാനോ ഒരാളെ നൊമ്പരപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല. ഈ അധരം നൽകിയത്, ഈ സ്വരം നൽകിയ ദൈവമാണെങ്കിൽ ഈ സ്വരം ദൈവസ്തുതിക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് ഞാൻ ഉപയോഗിക്കും. അല്ലാത്ത പക്ഷം എൻ്റെ ഈ സ്വരം കൊണ്ട്, എൻ്റെ അധരങ്ങൾ കൊണ്ട് അനേകരെ കീറുമുറിക്കുവാനും കുറ്റം പറയുവാനും വിധിക്കുവാനും ഞാൻ ഉപയോഗിക്കും. മറിയത്തിലേക്ക് നമുക്ക് വരാം. മറിയത്തിൻ്റെ ജീവിതം നന്ദിയുടെ, കൃതജ്ഞതയുടെ ജീവിതമാണെന്ന് പറയുമ്പോൾ അവളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന അനുഭവമായിരുന്നു. മറിയം എപ്പോഴും ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. നന്ദിയുടെ, കൃതജ്ഞതയുടെ ജീവിതമായിരുന്നു അവളുടേത്. അതുകൊണ്ട് യാതൊരു പരിഭവവും ഇല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എപ്പോഴും ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന അനുഭവം, എപ്പോഴും നന്മ നൽകുന്ന, കൃപ നൽകുന്ന അനുഭവം. മറിയം ചൊല്ലുന്ന ഇടങ്ങളിൽ കുറവുകളെല്ലാം ഉണ്ടായിരുന്നത് മറിയം ചൊല്ലുന്ന ഇടങ്ങളിൽ കവിഞ്ഞു ഒഴുകുന്ന അനുഗ്രഹമായിരുന്നു, നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ദേവദൂതൻ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി എന്ന്. നന്ദി നിറഞ്ഞ ജീവിതമുള്ളവർക്ക് കൃപ നിറഞ്ഞ ജീവിതമുണ്ടാകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശ്രമിക്കാം എപ്പോഴും നന്ദിയുള്ള, കൃതജ്ഞതയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കുഷ്ഠരോഗികൾ സുഖപ്പെട്ട് തിരികെ പോകുമ്പോഴത്തേക്ക് ഒരാൾ മാത്രമാണ് താൻ സുഖപ്പെട്ടു എന്ന് തിരിച്ചറിവുണ്ടായത്. ഒരാൾക്ക് മാത്രമാണ് ആ തിരിച്ചറിവുണ്ടായത്. പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിവ്, തനിക്ക് ദൈവം അനുഗ്രഹം നൽകിയെന്ന്, തൻ്റെ കൈകളിലുള്ള ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത് എന്നുള്ള ബോധ്യം ഉള്ളവർക്ക്, തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ നന്ദിയോടെ, കൃതജ്ഞതയോടെ അർപ്പണം, ബലി നൽകുവാൻ തിരികെ വരത്തുള്ളൂ, തിരികെ വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നന്ദിയോടെ, കൃതജ്ഞതയോടെ ജീവിതം അർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തിരിച്ചറിവുണ്ടാകട്ടെ, നിന്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവം നൽകുന്ന നല്ല അനുഭവങ്ങളാണ്. അതിലൂടെ എല്ലാം ദൈവം നിന്റെ രക്ഷയുടെ, നിന്റെ കൃപയുടെ, നിന്റെ ഭാവിയുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ അതിലേക്കൊന്നും നോക്കാതെ നമ്മളിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ, നമ്മുടെ സ്വാർത്ഥത്തെ അന്വേഷിക്കുമ്പോൾ, അഹത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും മുറിപ്പെടുത്തും. ഈ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൽ നമ്മൾ നിൽക്കും. ഈ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൽ നമ്മൾ നിൽക്കും. ഈ കാലഘട്ടത്തിൻ്റെ സംസ്കാരം എന്താണ്? യൂസ് ആൻഡ് ത്രോ. എൻ്റെ ഉപയോഗത്തിന് ശേഷം ഞാനത് വലിച്ചെറിയും. ഒരു നന്ദിയും കാണത്തില്ല, ഒരു കടപ്പാടും കാണത്തില്ല. പ്രിയ സഹോദരങ്ങളെ, കടപ്പാടിൻ്റെ, നന്ദിയുടെ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈശോയോട് ചേർന്നിരിക്കണം. അതിന് ആദ്യം ഉണ്ടാകേണ്ടത് തിരിച്ചറിവാണ്. മറിയത്തിന് ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ ജീവിതം ദൈവം തന്ന ദാനമാണ്. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നമുക്ക് പറയാൻ സാധിക്കുമോ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയെന്ന്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസനെന്ന്? കൃതജ്ഞതയോടെ, നന്ദിയുടെ ജീവിതം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയ സഹോദരങ്ങളെ, മറിയം ഈ കാലഘട്ടത്തിൽ എനിക്കും നിനക്കും പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, നന്ദിയുടെ, കൃതജ്ഞതയുടെ ജീവിതം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പരികർമ്മം ചെയ്യുന്ന, നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ നന്ദിയുടെ, കൃതജ്ഞതയുടെ നിമിഷങ്ങളാണ്, അവസരമാണ്. അവിടെ ഈശോ കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയോട് ഞാൻ പങ്കുചേരുമ്പോൾ, ഈ നാളിതുവരെയും ദൈവം എനിക്ക് തന്ന രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം എനിക്ക് പകർന്നു തന്ന ആ അനുഗ്രഹങ്ങൾക്ക്, ആ കൃപകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈശോ തന്നെ എനിക്ക് നൽകി ഞാൻ ഈശോയുടെ സ്വന്തമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്വന്തമായി തീരണോ നിനക്ക്? ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നന്ദിയോടെ, കൃതജ്ഞതയോടെ ജീവിതമാക്കി മാറ്റുക. ദൈവം നൽകിയ ദാനങ്ങളെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നീ നിന്റെ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിൽ കണ്ടെത്തുക, നന്ദി പറയുക. അപ്പോൾ നിനക്ക് നിന്റെ മാതാപിതാക്കളെ അംഗീകരിക്കാൻ സാധിക്കും, നിന്റെ സഹോദരങ്ങളെ അംഗീകരിക്കാൻ സാധിക്കും, നിനക്ക് നിന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കും, നിന്റെ ശരീരത്തെ അംഗീകരിക്കാൻ സാധിക്കും, നിന്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെ അംഗീകരിക്കാൻ സാധിക്കും. അംഗീകരിക്കാൻ സാധിക്കാതെ എല്ലാം കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവരുടെ ജീവിതത്തിൽ വിലാപവും പല്ലുകടിയും അന്ധകാരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, എൻ്റെ ജീവിതം നന്ദിയുടെ, കൃതജ്ഞതയുടെ ജീവിതമാണോ, അതോ വിലാപത്തിൻ്റെയും പല്ലുകടിയുടെയും അന്ധകാരത്തിൻ്റെ ജീവിതമാണോ? വിലാപത്തിൻ്റെയും പല്ലുകടിയുടെയും അന്ധകാരത്തിൻ്റെയും ജീവിതമാണെങ്കിൽ ഓർത്തുകൊള്ളുക, അവരെ എടുത്ത് പുറത്തേക്ക് കളയും.
അവിടെ അസ്വസ്ഥതകൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണ്, ഭവനത്തിൽ വസിക്കേണ്ടവരാണ്, ഭവനത്തിൽ മക്കളായി മകനെ പോലെ മകളെ പോലെ ജീവിക്കേണ്ടവരാണ്. അതിന് നമുക്ക് ഇന്നു മുതൽ കൂടുതൽ നന്ദിയോടെ കൃതജ്ഞതയോടെ ജീവിതം ദൈവസന്നിധിയിൽ അർപ്പിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച് എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക പകർന്നു തന്നപ്പോൾ ഒത്തിരിയേറെ ആനന്ദിച്ചത് സ്വർഗമാണ്. മേരി മാതാവിനെ സ്വർഗത്തിൽ വാഴ്ത്തിപ്പാടുന്നത് സമുദ്രതാരം, സ്വർഗത്തീരം, സ്നേഹദീപം, ത്യാഗരൂപം എന്നൊക്കെയാണ്. ഇത്രയേറെ വർണ്ണനകൾ ഈ അമ്മയ്ക്ക് ലഭിക്കാൻ ഇടയായത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളും വേദനകളും ഒത്തിരിയേറെ കഷ്ടതകളും അനുഭവിച്ചതിനാലാണ്. ഈ ലോകത്തിലുള്ള ഓരോ മക്കളോടും പറയുന്നത്, ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. പരിശുദ്ധ കന്യകാ മാതാവ് ഈ ലോകത്തിൻ്റെ തന്നെ നിധിയാണ്. ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും സുഗന്ധവും സൗരഭ്യവും പരത്തി ദയയുടേതും സൗമ്യതയുടേതുമായ ഫലങ്ങൾ കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും നിറച്ചിരിക്കുന്നത്. അതിനാൽ മേരി മാതാവിനെ പോലെ നമ്മളും എളിമയും വിനയവും അഭ്യസിക്കുവാൻ കടപ്പെട്ടവരാണ്. പരിശുദ്ധ കന്യകാ മാതാവ് നമ്മെ ഓരോരുത്തരെയും നോക്കി ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പുത്രന് വേണ്ടി ഞാൻ സഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതവും സഹനത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ, സമുദ്രതാരമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായി കടന്നു വരണമേ എന്ന്. നിൻവിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.
ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗ്ഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിർമ്മലയും പരിശുദ്ധിയുമായ കന്യക മറിയമേ, അമ്മയെപ്പോലെ ഞങ്ങളും എളിമയും പരിശുദ്ധിയും പാലിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.